വെച്ചിട്ട് പാക്ക് ചെയ്ത് വെക്കാം. ഓരോ ദിവസത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആവൂലി ഇത് തീർന്ന പോയി. അവിടെ ഈ ഫ്രഷ് മീന് കൊണ്ടുവരും, ചമ്പക്കര. സോറോയ്ക്കാണ് മെയിൻ മീൻ വാങ്ങേണ്ടത്. അപ്പൊ എന്തായാലും ഇതൊക്കെ ലാഭത്തിന് കിട്ടണമെന്ന് വാങ്ങുന്നതാണ് കേട്ടോ. ഞാൻ ഇത് കൊണ്ടുപോയിട്ട് എല്ലാം ഇങ്ങനെ ഫ്രിഡ്ജില് ഇങ്ങനെ ഓരോ പ്രാവശ്യത്തെയും ഇങ്ങനെ ആക്കി വെക്കും. അപ്പൊ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് തിലോപ്പി പൊന്നൂന് അവിടെ മീൻ കിട്ടാതെ അവിടെ പൊതി പിടിച്ചോണ്ടിരിക്കുക. മീനൊക്കെ കിട്ടും, നമ്മള് സ്വന്തമായിട്ട് കുക്ക് ചെയ്യാനിട്ടൊക്കെ. ചിക്കൂട്ടം മീൻ കഴിക്കില്ല, അതുകൊണ്ട് അവൾ വാങ്ങാൻ പഠിക്കും. ചിലപ്പോ എടുത്ത് ഫ്രൈ ചെയ്യാൻ തോന്നും, ചിലപ്പോ എടുത്ത് കറി വയ്ക്കാൻ തോന്നും. ഫ്രൈ ചെയ്യുന്നത് എണ്ണയിട്ടില്ല, നമ്മളെ എയർ ഫ്രയറില്ലേ അതിലിട്ടാണ് കറി വയ്ക്കണേ. സോറി, ഫ്രൈ ചെയ്യണം. അപ്പൊ ഇതെല്ലാം ഇട്ടൊരു കറിക്കല്ലേ. ഇതൊക്കെ നേരത്തെ ഉള്ളതാ. 2 ദിവസം മുമ്പേ ഇവിടെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോയി വാങ്ങിയതാ മീന്. ഇത് ചിക്കൻ. ഇത് മന്തി എന്തെങ്കിലും ഉണ്ടാക്കുന്ന വെച്ച് ബിരിയാണിയോ അല്ലെങ്കിൽ ഇതിന് പറ്റും. ഇതിന് കൊള്ളുമോ? ഇത് ഈ തലയുടെ ഭാവവും വാലിന്റെ ഭാവവും എല്ലാം കൂടെ ഇട്ട് ചെറിയൊരു കറി. ഇതൊരു കറിക്ക് അല്ലെങ്കിൽ ഫ്രൈക്ക്, ഇതൊരു കറിയോ ഫ്രൈയോ കറി വയ്ക്കാൻ പുതിയ മോഡലിൽ യൂട്യൂബിൽ കണ്ടിട്ട് കറി വയ്ക്കാൻ പഠിച്ചു. മണിയേ, ഇത് ആരുടെ മീനായത്? ഇതാരുടെ മീനായത്? ഇതെങ്ങനെ കട്ട് ചെയ്യുന്നേ? നിങ്ങള് കാണുമ്പോൾ വിചാരിക്കും, ഓ എപ്പോഴും ഞാനിങ്ങനെ കട്ട് ചെയ്താണ് സോറയ്ക്ക് എടുക്കണേന്ന്. സോറയ്ക്ക് പിന്നെ ഒരുപാട് കഴുകണ്ട, അല്ല കഴുകണ്ടല്ല, ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കട്ട് ചെയ്യണ്ട. ഇങ്ങനെ എല്ലാം കൂടെ മുഴുവനായിട്ട് ഞാൻ വേവിക്കും. ഇല്ല സോറോ? സോറോ അല്ലേ? എങ്ങനെ കട്ട് ചെയ്യുന്ന വെച്ചിട്ട് നല്ല പാടാത്ത കത്തി. കഷ്ടപ്പാടായി മീൻ കട്ട് ചെയ്യുന്നല്ലേ.
എനിക്ക് മീൻ ഇങ്ങനെ വാങ്ങുമ്പോൾ ഭയങ്കര സന്തോഷം. സോറ ഉണ്ടല്ലേ തലയൊക്കെ നല്ലവണ്ണം കടിച്ചു തരുന്നു. ഭയങ്കര കൊതിയനാണോ ഇത്? ഇത് കൊതിയനാണോ ഇത്? മീൻ കൊതിയനാ? പിച്ചാത്തി മുറിച്ച് സോറോന്റെ മീനെ കിട്ടുക. മീൻ കട്ട് ചെയ്യാൻ ഈ മാർക്കറ്റിൽ മീൻ കട്ട് ചെയ്യുന്നില്ലേ? അതൊക്കെ എന്ത് രസമാണെന്ന് പറയാം കണ്ടോണ്ടിരിക്കാൻ. 2 ചേച്ചിമാരുണ്ട് എന്റെ കമ്പനി. ചേച്ചിമാര് ഞാൻ ചോദിച്ചു, ഇന്ന് ഇപ്പൊ ചോദിച്ചു, മറന്നോ? മറക്കുവോ? ഇല്ല, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ടുള്ള കഷ്ടപ്പാട്. അയ്യോ അമ്മീ, അതൊക്കെ സമ്മതിക്കണം കേട്ടോ. അതിനകത്തിരുന്ന് ഇങ്ങനെ മീൻ കട്ട് ചെയ്യുന്നത് ഒരേ ഇരിപ്പിരുന്ന് കാര്യം ഒരു കുറച്ച് സമയം, ഒരു 3-4 മണിക്കൂറേ അവിടെ ഇരിക്കുള്ളൂ അവര് അല്ലേ? രാവിലെ വരും, 11 മണിയൊക്കെ ആകുമ്പോൾ പോവും. 10-11 മണിയാകുമ്പോൾ പോകും. പൊന്നൂന് പണ്ട് മീന് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ഈ ഫിഷിന്റെ സ്റ്റോൾ ഉണ്ടാവില്ല, ഇടപ്പള്ളിയിലൊക്കെ ഉണ്ട്, അവിടുന്ന് വാങ്ങാൻ പോകും. വാങ്ങിയിട്ട് വരുമ്പോൾ പൊന്നിന് ഇഷ്ടമാണ് ഇങ്ങനെ ഇതിനകത്ത് മീനിട്ട് ഇങ്ങനെ അലുമ്പാൻ. ഞാൻ എത്ര പൊന്നു കൈ എടുത്തോണ്ട് ഓടിക്കും. പാത്രമില്ല, ഈ പാത്രത്തിലാക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് ക്യാരറ്റും മത്തനും കൂടെ ഇട്ട് വേവിച്ചിട്ട് ഇത് പീസാക്കി കൊടുക്കുന്നു. എങ്ങനെയുണ്ട്? അവനിങ്ങനെ മീൻ വാങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണേ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പോയാലും. പൊതിയെ ഇവിടെ ഒന്ന് വായിട്ടിങ്ങനെ പൊതിയിട്ടോണ്ടിരിക്കുക. പൊതിയെ പോണില്ലേ?
പച്ചക്ക് തിന്നല്ലേ അത് വേണ്ട ചീച്ചി. ഇത്തിരി ആ വേസ്റ്റിനും തട്ടിപ്പണില്ല, കുറച്ച് കറിയിൽ കുറച്ച് ബ്ലഡ് ഇതിന്ന് വീണു. മാറും അത് തുടരുത്, പോ അങ്ങ് പോ. ഇതെല്ലാം രണ്ടെണ്ണയാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇത് ഞാൻ കളയും. ഇത് നമ്മുടെ മീൻ ഇതല്ലേ, ചിക്കൻ അടിക്കുന്ന മാത്രം എടുത്താൽ കേട്ടോ. ചെക്കന് കുറഞ്ഞു പോയിരുന്നു. ഇതിപ്പോ എവിടെ കിട്ടോ ബക്കറ്റ് എവിടെ